എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും വിഷാദവും ഉത്കണ്ഠയും ഇത്രയധികം കൂടുന്നത്? ഓരോ വർഷം കഴിയുന്തോറും ഒരു സാധാരണ ദിവസം പോലും ജീവിച്ചു തീർക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത്? ശരി, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമുക്കൊരു യാത്ര പോകാം. അതെ, ഇതാണ് പ്രധാന ചോദ്യം. ഇത് നിങ്ങളുടെയോ എന്റെയോ മാത്രമൊരു പ്രശ്നമല്ല. ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്നൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോ ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണങ്ങൾ എന്തായിരിക്കും? നമുക്ക് ഒരുമിച്ചതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് യോഹാൻ ഹാരി എന്നൊരാളുടെ അനുഭവത്തിൽ നിന്നാണ്. ചെറുപ്പത്തിൽ കൗമാരക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലാത്ത വേദന അനുഭവപ്പെട്ടു തുടങ്ങി. അത് ഡോക്ടറോട് എങ്ങനെ വിശദീകരിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: എന്തോ ഒന്ന് വേദന എന്നിൽ നിന്നിങ്ങനെ ചോർന്നു പോകുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ തലച്ചോറിൽ ഒരു കെമിക്കൽ ഇംബാലൻസ് ഉണ്ട്. അതിന് പരിഹാരമായി പാക്സിൽ എന്ന മരുന്ന് കൊടുത്തു. തുടക്കത്തിലൊരാശ്വാസം കിട്ടിയെന്നൊക്കെ തോന്നി. പക്ഷേ ആ വേദന വീണ്ടും തിരികെ വന്നു. വർഷങ്ങൾ മുന്നോട്ടു പോയി, ഡോസ് കൂട്ടി അവസാനം നിയമപരമായി നൽകാവുന്ന ഏറ്റവും ഉയർന്ന ഡോസിൽ വരെയെത്തി. എന്നിട്ടും 13 വർഷം കഴിഞ്ഞിട്ടും ആ വേദനയ്ക്കൊരു മാറ്റവുമില്ലാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം സ്വയം ആ ചോദ്യം ചോദിച്ചത്: നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഈ വേദന മാറാത്തത്? ആ ഒരു ചോദ്യമാണ് അദ്ദേഹത്തെ ഒരു വലിയ യാത്രയിലേക്ക് നയിച്ചത്. ശരിക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായി ലോകമെമ്പാടുമുള്ള വിദഗ്ധരെ കാണാൻ അദ്ദേഹം ഏകദേശം 40,000 മൈൽ യാത്ര ചെയ്തു. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ ആദ്യത്തെ കാര്യം വിഷാദത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിച്ചിരുന്ന പലതിനെയും മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. പ്രശ്നം നമ്മുടെ തലച്ചോറിലെ രാസവസ്തുക്കളിൽ മാത്രമല്ല, അതിനുമപ്പുറത്താണ്. നമ്മളൊക്കെ കേട്ട് പഴകിയൊരു കഥയുണ്ടല്ലേ? വിഷാദമെന്ന് പറയുന്നത് തലച്ചോറിലെ ഒരു കെമിക്കൽ ഇംബാലൻസ് ആണ്, അതായത് സെറോട്ടോണിന്റെ കുറവാണ് എന്നൊക്കെ. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ പറയുന്നത് അതൊരു ഭാഗികമായ സത്യം മാത്രമാണെന്നാണ്. യഥാർത്ഥ പ്രശ്നം നമ്മുടെ തലച്ചോറിൽ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന രീതിയിലുമുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 9 പ്രധാന കാരണങ്ങളാണ് വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും പിന്നിലുള്ളത്. അതിൽ 2 മാത്രമാണ് നമ്മുടെ ജീനുകളും ശരീരവുമായി ബന്ധപ്പെട്ട, അതായത് ബയോളജിക്കലായ കാരണങ്ങൾ. പക്ഷേ ബാക്കിയുള്ള 7 അവയെല്ലാം വരുന്നത് നമ്മുടെ ജീവിതരീതിയിൽ നിന്നും, നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുമാണ്. നമുക്കെല്ലാവർക്കും ശാരീരികമായ ആവശ്യങ്ങളുണ്ടെന്നറിയാമല്ലോ. ഭക്ഷണം, വെള്ളം, ഉറങ്ങാനുള്ളൊരിടം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില മാനസിക ആവശ്യങ്ങളും നമുക്കുണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു കൂട്ടത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നണം, നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്ന് തോന്നണം, ആളുകൾ നമ്മളെ വിലമതിക്കുന്നുണ്ടെന്ന് തോന്നണം, ഒരു നല്ല ഭാവിയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയണം. പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ ഈ സംസ്കാരം ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരുപാട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു പുതിയ ചിന്തയെ മനസ്സിലാക്കാൻ നമ്മളെ ശരിക്കും സഹായിക്കുന്ന, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥയുണ്ട്. നമുക്ക് നേരെ കംബോഡിയയിലേക്ക് പോകാം. അവിടെ ഒരു നെൽകർഷകനുണ്ടായിരുന്നു. പണ്ട് യുദ്ധകാലത്ത് ഉപേക്ഷിച്ചു പോയ ഒരു കുഴിബോംബിൽ ചവിട്ടി അദ്ദേഹത്തിനൊരു കാൽ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു കൃത്രിമ കാൽ വെച്ചുകൊടുത്തു. പക്ഷേ വെള്ളം നിറഞ്ഞ നെൽപ്പാടത്ത് ആ കാലുമായി ജോലി ചെയ്യുന്നത് ഭയങ്കര വേദനയായിരുന്നു. പഴയ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. അധികം വൈകാതെ അദ്ദേഹം ദിവസം മുഴുവൻ കരയാൻ തുടങ്ങി. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കൂട്ടാക്കിയില്ല. വിഷാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അതായിരുന്നു അവസ്ഥ. അപ്പോ ഗ്രാമത്തിലെ ഡോക്ടർമാർ ഒരുമിച്ചുകൂടി അദ്ദേഹത്തിനൊരു ആന്റി ഡിപ്രസന്റ് നൽകാൻ തീരുമാനിച്ചു. എന്തായിരിക്കും അതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു ഗുളികയോ മരുന്നോ ആയിരുന്നില്ല അത്. ആ ഗ്രാമത്തിലെ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പ്രശ്നം തലച്ചോറിലെ ഒരു കെമിക്കൽ ഇംബാലൻസ് അല്ല, ജീവിതത്തിലാണെന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടവർ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന് ഒരു പശുവിനെ വാങ്ങി നൽകി. അതോടെ അദ്ദേഹത്തിനൊരു പാൽക്കാരനായി പുതിയൊരു ജീവിതം തുടങ്ങാൻ പറ്റി. വേദന നിറഞ്ഞ ആ വയലിലേക്ക് പിന്നെ പോകേണ്ടി വന്നില്ല. കുറച്ചാഴ്ചകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ വിഷാദം പൂർണ്ണമായും മാറി. പിന്നീട് ആ ഡോക്ടർമാർ പറഞ്ഞൊരു വാചകമുണ്ട്: ആ പശുവായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആന്റി ഡിപ്രസന്റ്. ഈ കംബോഡിയൻ കഥ വെറുമൊരു നാടോടിക്കഥയല്ല. സത്യത്തിൽ ലോകാരോഗ്യ സംഘടന വർഷങ്ങളായി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതും ഇതേ കാര്യമാണ്. നിങ്ങൾക്ക് വിഷാദമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദുർബലനാണെന്നോ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്നോ അല്ല. നിങ്ങൾ കേടായൊരു യന്ത്രമല്ല, മറിച്ച് നിങ്ങളുടെ ചില അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്തൊരു മനുഷ്യനാണ്. ആ കർഷകന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചത് ഒരു കൂട്ടായ്മയായിരുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് വിഷാദത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നായ ഏകാന്തതയെക്കുറിച്ച് സംസാരിക്കാം. അതിനെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? നമ്മൾ ജീവിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഏകാന്തമായ ഒരു കാലഘട്ടത്തിലാണ്. ഒരു പഠനമനുസരിച്ച് അമേരിക്കയിലെ 39% ആളുകൾക്കും തങ്ങൾക്ക് ആരുമായും ഒരു അടുപ്പവുമില്ലെന്നാണ് തോന്നുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഇതെത്ര ഭയാനകമായൊരു കണക്കാണ്.
നമ്മുടെയെല്ലാം പൂർവികരുടെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു? ഒരുമിച്ച് നിൽക്കാനും പരസ്പരം സഹായിക്കാനുമുള്ള കഴിവായിരുന്നു അത്. ഒരു തേനീച്ചക്കൂട്ടം എങ്ങനെയാണോ ഒരുമിച്ച് ജീവിക്കാൻ പരിണമിച്ചത്, അതുപോലെ മനുഷ്യൻ ഒരു ഗോത്രമായി ജീവിക്കാൻ പരിണമിച്ച ജീവിയാണ്. പക്ഷേ നമ്മളോ? ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ആ ഗോത്രങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിയത് നമ്മളാണ്. അതിന്റെ ഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. യൂറോപ്പിലൊക്കെ ഇപ്പോൾ പ്രചാരത്തിലായി വരുന്ന സോഷ്യൽ പ്രിസ്ക്രൈബിംഗ് എന്നൊരു രീതിയുണ്ട്. ലിസ എന്നൊരു സ്ത്രീയുടെ കഥ പറയാം. 7 വർഷത്തോളം കടുത്ത ഉത്കണ്ഠ കാരണം അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഡോക്ടർ മരുന്നുകൾക്കൊപ്പം മറ്റൊരു കാര്യം കൂടി പ്രിസ്ക്രൈബ് ചെയ്തു. ലിസയെപ്പോലെ വിഷാദവും ഉത്കണ്ഠയുമുള്ള കുറച്ച് ആളുകളോട് ആഴ്ചയിൽ 2 ദിവസം ഒത്തുകൂടാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. അവർ ഒരുമിച്ച് ആരും ഉപയോഗിക്കാതെ കിടന്ന ഒരു സ്ഥലം മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റി. അവർ പരസ്പരം സംസാരിക്കാനും സഹായിക്കാനും തുടങ്ങി. അവരൊരു ചെറിയ ഗോത്രമായി മാറി. ലിസ പിന്നീട് പറഞ്ഞൊരു വാചകം മതി ഇതെത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ. ആ തോട്ടം പൂത്തുലഞ്ഞപ്പോൾ ഞങ്ങളും പൂത്തുലഞ്ഞു. ഇവിടെയാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് ഒരു വലിയ വ്യത്യാസം വരുന്നത്. വിഷാദത്തിലായിരിക്കുമ്പോൾ പലരും നമ്മളോട് പറയും, നീ ആയിരിക്കൂ എന്ന്. പക്ഷേ യഥാർത്ഥ പരിഹാരം ഒരുപക്ഷെ നേരെ തിരിച്ചായിരിക്കാം. നീ ഒറ്റയ്ക്ക് നീ ആയിരിക്കരുത്, പകരം നമ്മളാകൂ. ഒറ്റയ്ക്ക് ഉള്ളിലേക്ക് ഒതുങ്ങുന്നതിലല്ല, മറ്റുള്ളവരുമായി വീണ്ടും ഒന്നിക്കുന്നതിലാണ് പരിഹാരം. ശരി, അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം അവസാന ഭാഗത്തേക്ക് വരാം. വിഷാദം എന്ന വാക്കിന്റെ അർത്ഥത്തെ തന്നെ മാറ്റുന്ന ഒരു ആശയമാണിത്. നമ്മുടെ വൈകാരിക വേദനയെ കാണാൻ ശരിക്കും 2 വഴികളുണ്ട്. പഴയ കഥ പറയുന്നതനുസരിച്ച് നമ്മുടെ വേദന തലച്ചോറിൽ ഒരു തകരാറാണ്, ഒരു കമ്പ്യൂട്ടറിൽ പിഴവ് പോലെ. എന്നാൽ പുതിയ ധാരണ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ വേദന ഒരു തകരാറല്ല, അതൊരു സിഗ്നലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് ശരിയല്ല എന്നതിൻ്റെ ശക്തമായൊരു സന്ദേശമാണത്. അതുകൊണ്ട് നമുക്ക് വിഷാദത്തിന് പുതിയൊരു നിർവചനം തന്നെ നൽകാം. വിഷാദം ഒരു തകരാറല്ല, അതൊരു സൂചനയാണ്. നമ്മുടെ നിറവേറ്റപ്പെടാത്ത അടിസ്ഥാന മാനസിക ആവശ്യങ്ങളെക്കുറിച്ചുള്ളൊരു തരം ദുഃഖം അല്ലെങ്കിൽ ഒരു വിലാപമാണത്. അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈയൊരു ചോദ്യം സ്വയം ചോദിക്കാം. നിങ്ങളുടെ വിഷാദം ഒരു തകരാറല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് ശരിയല്ലെന്നറിയിക്കുന്ന, നിങ്ങൾ അടിയന്തരമായി ശ്രദ്ധ നൽകേണ്ട ഒരു സന്ദേശമാണെങ്കിലോ? ആ സിഗ്നലുകളെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ, അവ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് കേൾക്കാൻ തുടങ്ങുമ്പോൾ, യഥാർത്ഥ പരിഹാരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചുറ്റും തന്നെയുണ്ടാകും.